നമസ്കാരം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സ്റ്റീമറിൽ നിന്നും പൊള്ളലേറ്റു. 8 ദിവസത്തെ അലോപ്പതി ചികിത്സയിലും ഫലം കണ്ടില്ല. അണുബാധ മൂലം ഗുരുതരാവസ്ഥയിലുമായി. സ്നേഹസാന്ത്വനത്തിലെത്തിയത് സഹിക്കാൻ കഴിയാത്ത അസ്വസ്ഥതകളുമായി. ചികിത്സ 3 ദിവസം പിന്നിട്ടപ്പോൾ വല്ലാത്ത ആശ്വാസം. ഇവിടുത്തെ ഡോക്ടർ ഒരു അത്ഭുതം തന്നെ. ചികിത്സ മാത്രമല്ല, സ്നേഹവും സാന്ത്വനവും ഇവിടെ സുലഭം. ദേവേന്ദ്രകുമാർ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ആഗ്ര സ്വദേശിയാണ് ഇയാൾ. മൂന്നാറിലെ റിസോർട്ടിൽ ഷെഫായി ജോലി നോക്കി വരവെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സ്റ്റീമറിൽ നിന്നാണ് ഇയാൾക്ക് പൊള്ളലേറ്റത്. मैं देवेंद्र कुमार, उत्तर प्रदेश, आगरा फिरोजाबाद डिस्ट्रिक्ट। मैं एक छोटे से गांव से हूँ। मैं यहाँ पे मुनार में वाइब रिसोर्ट स्पा करके रिसोर्ट है मुनार में, मैं इधर काम करने के लिए आया। तो मेरा ये स्टीमर से मैं वापस संदेश बना रहा था, तो वापस संदेश ना बनने से मेरा हाथ जल गया। तो हाथ जलने के बाद में मैं इंग्लिश मेडिसिन लिया। इंग्लिश मेडिसिन से मेरे को पेन बराबर हो रहा था और फंगस भी ले रहा था। 8 दिन मैंने उधर ट्रीटमेंट लिया तो मेरे को कोई फायदा नहीं हुआ। तो फिर मेरे को एक मेरे स्टोर कीपर हैं, वो इधर लेके आए कि चलो मैं दवा कराएगा, अच्छा डॉक्टर है। तो यहाँ पर ये अच्छी दवा है, इनकी होम स्टाइल दवा बनाते हैं। और आज मेरे को 3 दिन हुआ है। 3 दिन में देखो इतना घाव था मेरा पूरा सही हो चुका है। और 1 वीक और लगेगा, 1 वीक में मेरा पूरा फिनिश हो जाएगा और ये स्कैन भी आ जाएगा। तो मैं ये गुजारिश करता हूँ कि ऐसे कम प्राइस पे जो डॉक्टर लोग काम करते हैं ना, ऐसे डॉक्टरों को हर जगह हर स्टेट में प्रोवाइड किया जाए। जो कि गरीब लोग हैं, गरीब से जो मिडिल क्लास तक के लोग हैं, उन लोगों का सब में मुफ्त में इलाज हो सके। और इधर खाना भी मिलता है। सबसे बड़ी बात तो ये देखो, ट्रीटमेंट भी है प्लस में खाना भी है, और ये हर जगह सेवा नहीं मिलती है। और इतना अच्छा जो ट्रीटमेंट दे रहे हैं ना, इसमें कहीं पेन होता है तुम जल जाओ तुरंत आओ तो दवा लगते एकदम शांत हो जाए, नहीं तो पेन होएगा ना, कोई काट पीट का झंझट है इसमें, कोई काट पीट नहीं करेगा। ആരാം സേ ദവാ ലഗാത്തെ ഹി തുമകോ 2 घंटे। പൊള്ളലേറ്റതിന് പിന്നാലെ ഒരാഴ്ചയിലേറെ അലോപ്പതി ചികിത്സ നടത്തി. ഇതിനിടയിൽ അണുബാധ മൂലം പൊള്ളലേറ്റ ഭാഗത്ത് പഴുപ്പും നീർക്കെട്ടും വ്യാപിച്ചു. വേദന മൂലം കഷ്ടപ്പെടുമ്പോഴാണ് അടിമാലിയിൽ ജോർജ് ഫിലിപ്പ് വൈദ്യൻ നടത്തിവരുന്ന സ്നേഹസാന്ത്വനം പാരമ്പര്യ തീപ്പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തെക്കുറിച്ച് ദേവേന്ദ്രകുമാർ അറിയുന്നത്. റിസോർട്ടിലെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ 4 ദിവസം മുമ്പ് ഇയാൾ സ്നേഹസാന്ത്വനത്തിൽ എത്തി. ഇന്നലെ ചികിത്സാ കേന്ദ്രത്തിൽ ദേവേന്ദ്രകുമാറിനെ നേരിൽ കണ്ടപ്പോഴാണ് തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം M4 മലയാളവുമായി പങ്കിട്ടത്. 3 ദിവസം മാത്രമാണ് ഇവിടെ ചികിത്സ നടത്തിയത്. അസ്വസ്ഥതകൾ ഒട്ടുമുക്കാലും വിട്ടുമാറി. ഇപ്പോൾ വലിയ ആശ്വാസം തോന്നുന്നു. ഇത്രയും കുറഞ്ഞ ചിലവിൽ മറ്റൊരിടത്തും തീപ്പൊള്ളലിന് ചികിത്സ ലഭിക്കുമെന്ന് കരുതുന്നില്ല. ഈ ചികിത്സാലയം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിൽ ഒരു ചികിത്സാലയം കണ്ടിട്ടില്ല. ചികിത്സയ്ക്കൊപ്പം നല്ല ഭക്ഷണവും ഇവിടെ ലഭിക്കും. ഇത് തൻ്റെ വീട് പോലെയാണ് തോന്നുന്നത്. പൊള്ളലേറ്റത് നാട്ടിൽ വെച്ചായിരുന്നെങ്കിൽ ഇതിനകം ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ടാവും. വൻ തുക ചിലവഴിച്ചാലും ആൾ രക്ഷപ്പെടണമെന്നില്ല. ഇത് വെറുതെ പറയുകയല്ല, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. തൻ്റെ ബന്ധുവായ സ്ത്രീയെ പൊള്ളലേറ്റ് ചികിത്സയ്ക്കെത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതർ ഒറ്റ ദിവസം തന്നെ 15 ലക്ഷം രൂപ വാങ്ങി. പിറ്റേന്ന് രോഗി മരണപ്പെട്ടു. ഇത് തൻ്റെ മാത്രം അനുഭവമല്ല, നാട്ടുകാരായ നിരവധി പേർ ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ടവരാണ്. ഇനി നാട്ടുകാർക്ക് അത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും. സ്നേഹസാന്ത്വനത്തെക്കുറിച്ചും ഇവിടുത്തെ ചികിത്സൻ ജോർജ് ഫിലിപ്പ് വൈദ്യരെക്കുറിച്ചും ഇതിനകം തന്നെ നാട്ടിലെ അടുപ്പക്കാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ആവശ്യം വന്നാൽ അവർ അടിമാലിയിലെത്തും, ഉറപ്പാണ്. ദേവേന്ദ്രകുമാർ വാക്കുകൾ ചുരുക്കി. മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും. ഇതാണ് എൻ്റെ മെയിനായ തിയറി. അപ്പൊ ഇവിടെ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിന് ഇവിടെ നമ്മൾ ഫുഡ് ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെയറിങ് കംപ്ലീറ്റ് സ്ത്രീകളെ കെയർ ചെയ്യാൻ ലേഡീസും, പുരുഷന്മാരെ കെയർ ചെയ്യാൻ പുരുഷന്മാരും ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും കുറഞ്ഞ ചെലവില് നമ്മ പൊള്ളലിന് തനതായ ചികിത്സ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവം തന്ന അനുഗ്രഹം ഞാൻ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നു. ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ബിരുദധാരിയായ ദേവേന്ദ്രകുമാർ ഇഷ്ടംമൂത്താണ് ഷെഫായത്. ഉത്തരേന്ത്യൻ വിഭവങ്ങൾക്കൊപ്പം സാമ്പാറും അവിയലും ഉൾപ്പെടെ കേരള വിഭവങ്ങളും തനത് ശൈലിയിൽ തയ്യാറാക്കും. M4 മലയാളം, കോതമംഗലം.